തലശ്ശേരി സ്പെഷ്യൽ ഇറച്ചിപ്പത്തിലായാലോ? അതിനായി 3 മീഡിയം സൈസ് ഉള്ളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പാന് ചൂടായി അതിൽ ഓയിൽ ഒഴിച്ച് വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം ഇട്ട് ഒന്ന് വഴറ്റി വരിക. വെജീസ് എല്ലാം ചോപ്പ് ചെയ്തിട്ട് തന്നെ എടുക്കാൻ നോക്കണം. സ്നാക്സിൽ ഏറ്റവും ബെറ്റർ വെജീസ് ചോപ്പ് ചെയ്തിട്ടാണ്. പച്ചമുളക് ഗാർലിക്ക് വഴന്നു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ചോപ്പ് ചെയ്ത ഉള്ളി ഇടുക. ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ട് കുറച്ച് പിങ്ക് കളറായി കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാലയും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. മസാലേൻ്റെ റോ സ്മെല്ല് മാറുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കുക. അതിലേക്ക് ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യുക. നല്ലോണം എല്ലാം മിക്സ് ചെയ്തെടുക്കുക. നല്ല സ്മെല്ല് വരും. ഇത് ഫില്ലിങ്സ് റെഡിയായിന്. ഇനി അതിൻ്റെ ഡോ റെഡിയാക്കാൻ 1/2 കപ്പ് ആട്ടയ്ക്ക് 1 കപ്പ് മൈദ എന്ന അളവിൽ ചപ്പാത്തി കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. ഇനി ഡോ ബോൾസാക്കി ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക. അതിലേക്ക് 2 സൈഡാക്കി ഫില്ലിങ്സ് വെക്കുക. ഒരു 1/2 മൂൺ സൈഡ് നമുക്ക് മടക്കിയെടുക്കണം. അതുകൊണ്ട് ഒരു സൈഡിൽ 2 പാർട്ടാക്കിയിട്ട് ഫില്ലിങ്സ് വെക്കുക. ഇതുപോലെ മടക്കി എല്ലാ ഭാഗവും കൈകൊണ്ട് പ്രസ് ചെയ്ത് നെയ്യിലിടുമ്പോൾ ഓപ്പണായി വരാണ്ടിരിക്കാൻ എല്ലാ ഭാഗവും പ്രസ് ചെയ്ത് കട്ടർ വെച്ച് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്താലും മതി. സൈഡിലുള്ള എക്സ്ട്രാ ഡോ ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇറച്ചിപ്പത്തിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇനി പാന് വെക്കുക. അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഓയിൽ നല്ല ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇറച്ചിപ്പത്തിലിട്ട് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല പൂരി പോലെ പൊങ്ങി വരും. ഈ ഒരളവിൽ ഏകദേശം 15 to 20 ഇറച്ചിപ്പത്തിൽ കിട്ടും. ഈ സ്നാക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.